ചെയ്യേണ്ട ഭാഗം, നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഈ ഗ്രാബ് റെയിൽ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കുറച്ചൊന്ന് വർക്കിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ഒരു പീസും കൂടെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇവിടുത്തെ ഈ ലെങ്ത് മെഷർ ചെയ്യുക. ഈ ടോപ്പ് ഭാഗത്ത് വരുന്നത് ഏകദേശം 9 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതുപോലെ 2 ഇഞ്ചിൻ്റെ ഒരു ആംഗിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ആംഗിൾ ആണ് 9 സെൻറ്റിമീറ്റർ ലെങ്തിന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ലെങ്തിന് ഇങ്ങനെ 2 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 9 സെൻറ്റിമീറ്റർ ലെങ്താണ് വരുന്നത്. അടുത്തതായിട്ട് ഈ കാണുന്ന ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഡോമിനോറിൻ്റെ ഗ്രാബ് റെയിൽ ഈ ഗ്യാപ്പിലൂടെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന പോലത്തെ പീസ് ഇവിടുത്തത് മാറ്റി. അപ്പോൾ നമ്മുടെ ഈ പീസ് ഇവിടെ വയ്ക്കുമ്പോഴത്തേക്ക് ഇത് ചേർത്ത് നമുക്ക് അലൈൻമെൻറ്റ് വരുമ്പോൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കണം. ഇറങ്ങി നിൽക്കുമ്പോൾ ഈ ഒരു പീസ് ഇവിടെ പുറത്തോട്ട് തള്ളുന്ന കാണാം. ഇത് ചേർന്ന് നിൽക്കേണ്ടതാണ്. ശരിക്കും ചേർന്ന് നിൽക്കേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഫൈബർ പാർട്ട് വരുന്ന രീതിയിൽ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. 2 പീസും അതുപോലെ കട്ട് ചെയ്യണം. ഓപ്പോസിറ്റ് സൈഡും സെയിം തന്നെ. അപ്പോൾ നമ്മൾ ഈ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പ്ലേസ്മെൻറ്റാണ്. ഇവിടെയും അതുപോലെ ആ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് കയറ്റി നട്ടി വെച്ചിട്ടുണ്ട്. ഈ സൈഡും സെയിം. അപ്പോൾ നമ്മുടെ ഗ്രാബ് റെയിലിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എവിടെയൊക്കെയാണ് സീറ്റിംഗ് പൊസിഷൻ വരുന്നത്, ബോഡി പാനൽ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് അവിടെ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ക്ലാമ്പ് ഇങ്ങനെ വരും ഡോമിനോറിൻ്റെ ഒറിജിനൽ ഗ്രാബ് റെയിലിൻ്റെ. ബാക്കി ഇവിടെയൊക്കെയാണ് സീറ്റിംഗ് ആവുന്നത്. നമ്മളിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോഡി പാനലിലും ഇതിലും പാനലും മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത ക്ലാമ്പ് ഇവിടെ പിടിപ്പിക്കണം. അപ്പോൾ ഈ ഒരു ആംഗിൾ കിട്ടണം. അതിനായിട്ട് അടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ സൈഡിലെ ആംഗിൾ കിട്ടും ഈ ഭാഗത്ത്. അപ്പം നമ്മളെ വട്ട വെച്ചിട്ട് ഇവിടെ വെച്ച് അത് മാർക്ക് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ആംഗിൾ. അങ്ങനെ മാർക്ക് ചെയ്ത ആംഗിൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചരിവ് നമുക്ക് ഈ ഒരു ആംഗിളിൽ ഈ ഭാഗത്ത് കട്ട് ചെയ്യേണ്ടി വരും. അതങ്ങനെയാണ് ചെയ്തിട്ട് കാണിച്ചത്. അപ്പം നമ്മളതിൻ്റെ എക്സാക്റ്റ് ഹൈറ്റ് മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 പീസിലും ഈ ഒരു ആംഗിളിൽ കട്ട് ചെയ്യണം. ഇത് ലെഫ്റ്റ് സൈഡിലെ പീസാണ്. അപ്പോൾ വണ്ടിയിൽ ഓൾറെഡി റയർ ഭാഗം കുറച്ചൊന്ന് ഇങ്ങനെ പൊങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ലെവൽ നമുക്കത് കോമൺ സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെരിഞ്ഞു കഴിഞ്ഞാലും ഇത് ലെവലായി കിട്ടും. ഡോമിനോറിൻ്റെ ഗ്രാബ് റെയിലിൻ്റെ ആ ഒരു ആംഗിളിൽ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുത്തിരിക്കുന്ന പീസാണ്. ഇനി ഇത് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും എക്സാക്റ്റ്ലി സെയിം ആണ്. നമ്മളപ്പോൾ അടുത്ത പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലെങ്തിന് വേണ്ടിയിട്ടുള്ള ഇതിൽ ഇങ്ങനെയാണ് വെൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹോൾ ചെയ്തിട്ട് വണ്ടിയുടെ ചേസിൽ ഇത് പിടിപ്പിക്കും. ഇത് ഇവിടെ വെൽഡ് ചെയ്ത് ഇങ്ങനെ വയ്ക്കും. ഇതിൻ്റെ മുകളിലാണ് ഡോമിനോറിൻ്റെ കാരിയറിന് ഹോൾ. അത് നമ്മൾ ഫിറ്റിംഗ് റെഡിയാക്കിയതിന് ശേഷം ഇത് ഹോള് മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് ഹോൾ ചെയ്യണം. രണ്ടാമത് ഇത് വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു സി ഷേപ്പിലാണ് വരുന്നത്. ഇങ്ങനെ ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെറ്റിംഗ് വരുന്നത്. നമ്മൾ ചെയ്ത ക്ലാമ്പ് ഇവിടെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗം ചേസിൽ പിടിപ്പിച്ചു. നമ്മുടെ മുകളിൽ ആംഗിൾ ചെയ്ത ഭാഗം ഇതാണ് മുകളിലെ പട്ട. അതിലാണ് ഇപ്പോൾ ബോൾട്ട് ചെയ്ത് നമ്മുടെ ഡോമിനോറിൻ്റെ കേജർ പിടിപ്പിച്ചിരിക്കുന്നത്. ഈ സൈഡും സെയിം തന്നെയാണ്. വണ്ടിയുടെ അതേ ഒരു സ്ലാൻഡിങ്ങിന് കിട്ടുന്ന രീതി ആംഗിളിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്.
നമ്മുടെ ക്ലാമ്പൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുൾ വെൽഡിങ് ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞു. ഫൈനൽ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ഫിറ്റിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ പെയിൻറ്റിങ്ങിന് ശേഷം ഫിറ്റിംഗ് വർക്ക് നടക്കുകയാണ്. നമ്മൾ പക്ക വണ്ടി സ്റ്റാൻഡ് ലെവൽ ചെയ്ത് സ്പിരിറ്റ് ലെവൽ ചെയ്താണ് ചെയ്യുന്നത്. അത് കാണാം, പക്ക ബാലൻസ്ഡ് പൊസിഷനാണ്. നമുക്ക് ഗ്രാവൈറ്റ് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് വരും. അവിടെയും ഒരു തകിട് വെച്ച് ആ ഗ്യാപ്പ് അടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ മെയിനൊരു പ്രശ്നം വരുന്നത് സീറ്റിൻ്റെ പ്ലേസ്മെൻറ്റിലാണ്. സീറ്റ് നോർമലി തന്നെ വെച്ച് കഴിഞ്ഞാലും ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ബുഷ് വരുന്നത് അവിടെയാണ് പ്ലേസ്മെൻ്റ് ആവുന്നത്. അപ്പോൾ ഈ കാണുന്ന ബുഷ് നമുക്ക് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് അതിൽ കറക്റ്റ് ഇറങ്ങുന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. ഇതിൽ ഈ ഭാഗത്ത് കുറച്ച് കട്ടിങ് വേണ്ടി വരും. നമുക്ക് ഈ സീറ്റിൻ്റെ പ്രൊജക്ഷൻ കുറച്ച് താഴ്ക്കേണ്ടി വരും. ആ ക്ലാമ്പ് വരുമ്പോഴത്തേക്ക് സീറ്റിംഗ് വന്നിട്ട് നേരെ ഇവിടെയാണ് വരുന്നത്. അവിടെ തന്നെ വരും, പക്ഷേ ഇത് ഈ ഭാഗത്ത് കുറച്ചായിട്ട് കട്ട് ചെയ്യേണ്ടി വരും. ഈ സൈഡ് മാത്രം അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. സീറ്റ് മോഡിഫൈ ചെയ്തത് ഈ കാണുന്നത് പോലെയാണ് ചെയ്തത്. തന്നെ സൈഡിലെ സ്റ്റേപ്ലർ ഓപ്പൺ ആക്കി ഈ ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് ഇങ്ങനെയാണ്. അതിനെ കുറച്ച് കട്ട് ചെയ്ത് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ഭാഗം, ഇത്രയും ഭാഗം കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തു. സീറ്റപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ലോക്കായിട്ടുണ്ട്. ഇത് ഓപ്പണായി